പ്രതിസന്ധിയും പ്രതികൂലങ്ങളും കയറി വരുന്ന ലോകത്തിൽ ഞങ്ങളുടെ സമസ്തങ്ങളിൽ കോവിഡ് എന്ന രോഗത്തിൻ്റെ പിടിയിലമർന്ന അനേക ജീവിതങ്ങൾ പ്രായഭേദമന്യേ ഈ ലോകത്തിൽ പട്ടുവീഴുമ്പോൾ അത് മുഖാന്തരമാതെ അനേക കുടുംബങ്ങൾ കഷ്ടതയിലും ഞെരുക്കത്തിലും നെടുവീർപ്പിലുമാകുമ്പോൾ അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത്രത്തോളം ഞങ്ങളെയും ഒക്കെ കരുതിയതോർത്ത് കോടാനുകൂടി സ്തോത്രം ചെയ്യും. കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാകുന്ന ഞങ്ങൾ പ്രകാരമുള്ള രോഗത്തിൻ്റെ അവസ്ഥകളെ ലോകത്തിൻ്റെ മണ്ണിൽ നിന്ന് ദൂരീകരിച്ചകറ്റുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. മാറ്റം മറിച്ചിലുകൾ നിറഞ്ഞ ലോകത്തിൽ നവസമൂഹ സൃഷ്ടിക്കായി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണം. ഈ വിശുദ്ധാരാധനയിൽ ദൈവജന പ്രഘോഷണത്തിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ പറയുന്ന അടിയനോടും കേൾക്കുന്ന എൻ്റെ മക്കളോടും പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ജാലത്തുമായി ശ്രമിക്കുന്ന എല്ലാവരെയും ഈ പ്രതികൂല സാഹചര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താൻ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചതായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ ഇടവകാരി, പതിറ്റാണ്ടുകളായി സഹോദരതുല്യം സ്നേഹിക്കുന്ന ബെന്നി തോമസിനോടും കൊച്ചമ്മയോടും സഭയോടും ഏറ്റവും ഹൃദയത്തിൻ്റെ ആഴമുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തയ്ക്കാൻ നൽകിയിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഫോർമേഷൻ റൗണ്ട് റെസറക്ഷൻ എക്സ്പീരിയൻസ് എന്നാണ്. ഉയർപ്പിൻ്റെ അനുഭവത്തിൽ സമൂഹ രൂപീകരണം എന്നാണ് നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം. വിശുദ്ധ ലൂക്കസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവനെ അറിഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവൻ അവരെ അറിഞ്ഞു. ജോൺ സ്റ്റീൻബർഗ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങളെന്ന ഒരു നോവലിൽ കിടപ്പാടവും കൃഷിയിടവും വിട്ട് ഉപേക്ഷിക്കുകയും വാട്ടത്ത ദേശത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ താലോലിക്കുകയും ചെയ്തുകൊണ്ട് അവർ നടത്തിയതായിരിക്കുന്ന യാതനാപൂർവമായ യാത്രയുടെ ഒടുവിൽ എത്തിച്ചേർന്നത് കണ്ണുനീരിൻ്റെ താഴ്വരയിലാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്കുണ്ടായ അല്ലെങ്കിൽ ആ സമൂഹത്തിലുണ്ടായ സ്വപ്ന തകർച്ചയുടെ ഒരു കഥയാണ് ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ എന്ന ചിന്തയിൽ നോവലിൽ കാണുന്നു. ഏകദേശം അതേ അനുഭവത്തിലും അതേ അവസ്ഥയിലുമായിരുന്നു യൂറിസിലേക്ക് പോയതായിരിക്കുന്ന ശിഷ്യന്മാരുടെ അനുഭവം. It is the resurrection of Jesus that brings us assurance. യേശുവിന്റെ ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് our life is to be loved day by day. It is to be renewed every morning. നമ്മുടെ ജീവിതം ഓരോ ദിവസവും ജീവിക്കാനായിട്ട് ജീവിക്കുകയും നമ്മുടെ ജീവിതം ഓരോ ദിവസവും പുതുക്കപ്പെടുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിനോടുകൂടെയുള്ള ഒരു ജീവിതയാത്രയാണ്. യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ഈ യാത്ര സഫലമാകുന്നില്ല, വ്യർത്ഥമാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്, ആ വിശ്വാസം നമ്മളെ ശക്തീകരിക്കുന്നു. അത് ഒരു പങ്കാളിത്ത ജീവിതമാണ്. യേശു നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് ഒരു പങ്കാളിത്ത ജീവിതമാണ്. നമ്മളെ ധൈര്യപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവിനെ ആരാധിക്കുക മാത്രമല്ല, നാം അനുഗമിക്കുകയും ചെയ്യേണ്ടവരാണ്. Our faith in Jesus should lead us to the faith of Jesus. നാം വിശ്വസിക്കുന്ന യേശുവിലെ ജീവന്റെ പൂർണ്ണതയിലേക്കുള്ള നമ്മുടെ
പ്രയോഗത്തിന് ആക്കവും ജീവിതയാത്രയ്ക്ക് മിഴിവും യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നു. ക്രൈസ്തവ സഭ ഉയർത്തുന്ന വസ്തുതയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ ഓരോ ഉയർപ്പിൻ്റെ ദിനങ്ങളിലും ചിന്തിക്കുന്ന സമയങ്ങളിൽ നമ്മളെ ശക്തീകരിക്കുന്നു എന്നുള്ളത് എപ്പോഴും ഓർക്കേണ്ടതുമാണ്. ഇത് വായിച്ച വേദഭാഗങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നവസമൂഹീകരണ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പ്രവാചക പുസ്തകത്തിൽ നാം വായിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആധികാരികമായി നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സുവിശേഷ ഭാഗത്തു നിന്നാകുന്നു. നാം വായിച്ചതായിരിക്കുന്ന സുവിശേഷ ഭാഗം 24-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 13 മുതൽ 35 വാക്യങ്ങൾ. ഒന്നാമത് ഹൃദയം ജ്വലിപ്പിക്കുന്ന ഉദ്ധിതനായിരിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റതായിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ്. കല്ലറയുടെ മുന്നിൽ വലിയ കല്ല് ഉരുട്ടിവെച്ച് അടച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സും അടഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാം. ജീവിതത്തിൽ ഇരുളിൽ ഇറങ്ങിപ്പോയതായിരിക്കുന്ന ശിഷ്യന്മാർ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ അവർ പകച്ചു നിൽക്കുന്ന പാവം മനുഷ്യരായി നാം കാണും. ഇവിടെ ശിഷ്യന്മാരിൽ നിന്ന് അവർ സാധാരണ മനുഷ്യരിലേക്ക് മാറുന്ന ഒരനുഭവമാണ്. എന്ത് ചെയ്യണം, എന്തായിരിക്കും ഇനി ഉള്ള അവസ്ഥ എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുകയും ചിന്താകുലരാകുകയും ചെയ്യും. അവരിൽ രണ്ടുപേരാണ് നാം വായിച്ച ഭാഗത്ത് യെരൂശലേമിൽ നിന്ന് എമൗസിലേക്ക് യാത്ര പോകുന്നത്. ഈ യാത്ര പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയവിഹ്വലരാണ്, അവർ നിരാശരാണ്, അവർ ആകുലതയുടെ നടുവിലാണ് സഞ്ചരിക്കുന്നത്. അവരുടെ മനസ്സ് അസ്വസ്ഥമാണ്. ഇതിന്റെ കാരണമെന്ന് പറയുന്ന യേശുവിന്റെ അസാന്നിധ്യം അവർക്ക് ഒന്നും മനസ്സിലാകാതെ വരികയും ചെയ്തു എന്നുള്ളതാണ്. ആ യാത്രയിൽ യേശു അവരോട് കൂടെ ചേർന്ന് നടക്കുന്നു. പക്ഷെ യേശുവിനെ അവർ തിരിച്ചറിയുന്നില്ല. യേശു അവരോടൊപ്പം നടക്കുന്നു, അവരോട് സംസാരിക്കുന്നു. തിരിച്ചവരും മനസ്സ് തുറന്ന് ഇന്നലകളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് യേശുവിനോട് സുവിശേഷം പറയുന്ന രണ്ട് ശിഷ്യന്മാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. യേശു കൂടെ നടന്നിട്ടും തിരിച്ചറിവ് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഈ ശിഷ്യന്മാർ രണ്ടുപേരും. പിന്നീട് നാം കാണുന്നത് തിരിച്ചറിഞ്ഞെങ്കിലും അവരുടെ കണ്ണുകളെ, അവരുടെ കാഴ്ചകളെ മൂടിയിരുന്നു എന്നുള്ളതാകും. ദൈവ അനുഭവം എന്ന് പറയുന്നത് ഒരു ദൈവ കൃപയാണ്. ആ കൃപയില്ലാതെ ദൈവത്തിന്റെ അനുഭവം നമുക്ക് ലഭ്യമാകുകയില്ല. യേശു അവരോട് സഞ്ചരിക്കുമ്പോൾ യേശു അവരുടെ ഉള്ളിൽ തൊട്ടുകൊണ്ടാണ് സംസാരിച്ച് അവരോടുകൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തെ തീ കൊണ്ട് കത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നാം അവിടെ കാണുന്നു. ഉയർത്ത കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മനസ്സ് തുറക്കുകയും നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുകയും ചെയ്യുന്നു. ശിഷ്യന്മാരുടെ വാക്കുകളിൽ അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നത് നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ലേ, തീ കത്തിക്കൊണ്ടിരുന്നില്ലേ? അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കാഴ്ചകൾ മങ്ങി കാണുന്നില്ല എങ്കിലും യേശുവിന്റെ വാക്കുകൾ അവർ ഉള്ളിന്റെ ഉള്ളിൽ സ്വീകരിക്കപ്പെടുമ്പോൾ തീജ്വാലയ്ക്ക് തുല്യമായി പ്രകാശിക്കുന്നു കാണാം. എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന പ്രത്യാശ വളരെ വലുതാകുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. വിശ്വാസം ക്ഷയിച്ചു പോകുന്ന, അകന്നു സഞ്ചരിക്കുന്നതായ അവരോട് കൂടെ കമ്പാനിയനായിട്ട് നടത്തുന്ന യേശുവിനെയാണ് കാണുന്നത്. അക്കമ്പനിമെന്റ് എന്ന് പറയുന്ന ഒരു സഹഗമനം യേശു അവരോടുകൂടെ നടന്നു ചെയ്യുക. കാരണം യേശുവിനറിയാം, ധൈര്യഹീനരായി, ആനന്ദഹീനരായി, പ്രത്യാശയില്ലാത്തവരായി സഞ്ചരിക്കുന്നവരെ, അവരുടെ മനസ്സും അവരുടെ ചിന്തകളും അവരുടെ മുന്നോട്ടുള്ള യാത്രയിലെ ലക്ഷ്യമൊക്കെ യേശു തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് യേശു അവരോട് കൂടെ നടന്ന്
സഹഗമനം നടത്തിയത്. യേശു പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് അപരിചിതനായിട്ടാണ്. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് പച്ചയായിരിക്കുന്ന യാഥാർത്ഥ്യം. അപരിചിതരിൽ നാം യേശുവിനെ കാണുവാനായിട്ട് കഴിയുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പോഴാണ് അഫർമേഷൻ ഓഫ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധ്യമായി. ഇവിടെ ശിഷ്യന്മാരുടെ മനസ്സ് ജ്വലിച്ചുകൊണ്ടിരുന്നു, കത്തിക്കൊണ്ടിരുന്നു. കാരണം യേശു അവരോട് സംസാരിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം ഉള്ളിൽ തട്ടിയപ്പോൾ അവരുടെ മനസ്സുകൾ ജ്വലിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 121 സങ്കീർത്തനം പറയുന്നു, നമ്മുടെ ഗമനത്തെ ആഗമനത്തെയും അറിയുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഈ ശിഷ്യന്മാരെ യാത്ര ചെയ്യുന്നത്. ദൈവവചനം ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നതാണ്. ആ ജ്വലനം വലിയ തീനാളമായി ലോകം മുഴുവനും എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ശിഷ്യന്മാർക്ക് വീണ്ടും കർത്താവ് പകർന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതോടെ കാണുന്നവരുടെ കണ്ണുകൾ മൂടപ്പെട്ടതായിരുന്നു. എന്നാൽ വചനം കേട്ട് കണ്ണുകൾ തുറന്നു എന്ന് കാണുന്നു. വചനം കേൾക്കുകയുമല്ല, മാത്രമല്ല യേശു കർത്താവ് ആ വീട്ടിലേക്ക് ചെന്ന് അപ്പം നുറുക്കുവാനായിട്ട് അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കുമ്പോൾ അവര് കണ്ണുകൾ തുറക്കുന്നു. യേശുവിന്റെ കരങ്ങളിലെ മുറിവുകൾ, പാടുകൾ കാണുന്നു. കണ്ണു തുറന്ന യേശുവിനെ അവർ നേരിട്ട് കാണുകയാണ്. കണ്ണുകൾ മൂടപ്പെട്ടപ്പോൾ അവർ മ്ലാനവരതരായി മാറുകയാണ്. അവർ മന്ദതയുള്ളവരായി മാറുന്നു. നഷ്ടസ്വപ്നത്തിന്റെ ഉടമകളായി മാറുകയാണ്. ഈ യാത്ര ഓടി ഒളിക്കാനുള്ള യാത്രയാണ്. യേശുവിൽ നിന്ന് ആറ് ഓടി ഒളിച്ചാലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല എന്ന് വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ യാത്രയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടത്. ഒരു കാര്യം നമ്മൾ സ്പഷ്ടമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനോടുകൂടെ നടന്ന് ഈ വചനം പറയുമ്പോൾ നിശബ്ദരായി അവര് ഈ വചനം കേൾക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അവരെ കണ്ണുകൾ തുറന്നു, അവരുടെ ഹൃദയം ജ്വലിച്ചു, അവർ ഉത്സുകരായി മാറുകയാണ്. അവർ കൂട്ടായ്മയിലേക്ക് പോകുന്ന ഒരു മനോഭാവത്തിലാകുകയാണ്. അവർ യേശുവിന്റെ സാക്ഷികളായി മാറുകയാണ്. വചനം കേൾക്കുന്നുവെങ്കിൽ മാത്രമേ ഉള്ളിലെ കണ്ണുകൾ തുറന്ന് നമുക്ക് ദൈവത്തോട് അടുത്തില്ലാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് ഇവിടെ അനാവശ്യ തർക്കങ്ങൾ അവർ ഒഴിവാക്കി, അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് അവർ മാറുകയാണ്. അത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ കുറ്റം പറച്ചിലുകളൊക്കെ അവർ വിട പറഞ്ഞപ്പോൾ ഒരു പുതിയ അവരുടെ ജീവിതത്തിലുണ്ടായ ആത്മീയ അന്ധത മാറി. ആത്മീയമായി മൂടപ്പെട്ടതായ അവരുടെ നയനങ്ങൾ, കണ്ണുകൾ തുറന്ന് പ്രകാശിക്കുവാനായിട്ട് തുടങ്ങി. ഉള്ളം തുറന്ന് യേശുവിനെ കാണുവാനായിട്ട്. പാട്ടുകാരൻ പാടുന്നത് പോലെ ഉള്ളം നീ മുഴുവൻ തുറന്ന് ഉള്ളിലെ കണ്ണുകൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് കഴിയുമ്പോൾ, ഉള്ളിലെ കണ്ണുകൾ തുറന്ന് യേശുവിനെ കാണുമ്പോഴാണ് നിരാശമാറി പ്രത്യാശയായി ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് സാധ്യമായി. ഈ യാത്ര യേശു തന്നെ പറഞ്ഞതുപോലെ ഈ യാത്ര ഇടുങ്ങിയ യാത്രയാണ്. ഈ യാത്രയുടെ ലക്ഷ്യം ഓടി അവർ ഒളിക്കലാണ്. എന്നാൽ യേശു വന്നത് ഓടി ഒളിപ്പിച്ച് അവരെ മാറ്റുവാനായിട്ടല്ല, തിരിച്ചു വരുത്തുക, ജീവനിലേക്ക് തിരിച്ചു വരുത്തുവാനുള്ള വലിയ ദൗത്യമായിട്ടാണ് യേശു അവരെ അന്വേഷിച്ച് അവരുടെ അടുക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് രണ്ടാമതുള്ള ഒരു ചോദ്യം എന്ന് പറയും, നമ്മുടെ ഉള്ളിലെ കണ്ണു തുറന്ന് യേശുവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉയർപ്പിന്റെ അനുഭവം യാഥാർത്ഥ്യമാകുന്നു. ഒന്ന് ഞാൻ ചോദിച്ചു, യേശു പലപ്പോഴും നമ്മളെ അപരിചിതനായിട്ടാണ് നമ്മുടെ അടുക്കൽ യേശു വരുന്നതും യേശുവിനെ കാണാനായിട്ട് കഴിയും. ആ അപരിചിതരിൽ യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാമത്, ഈ കണ്ണുകൾ മൂടപ്പെട്ടവരുടെ ഉള്ളിലെ കണ്ണുകൾ തുറന്നപ്പോൾ അവർ യേശുവിനെ കണ്ട് സന്തോഷമുള്ളവരായി മാറുന്നതോടെ നിരാശമാറി പ്രത്യാശയുള്ളവരായി മാറുന്നു.
നമ്മുടെ ഉള്ളിലെ കണ്ണു തുറന്ന് ഈ യേശുവിനെ കാണുവാൻ നാം തയ്യാറാണ്. മൂന്നാമത് ഈ ഭാഗത്ത് എ ന്യൂ ഫെലോഷിപ്പ് ആൻഡ് ന്യൂ കമ്മ്യൂണിറ്റി, ഒരു പുതിയ കൂട്ടായ്മയെ, ഒരു പുതിയ സമൂഹത്തെയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എമ്മൂസിൽ എത്തുന്നവരെ അവരുടെ മുഖം വളരെ മുഖപ്രസാദം നഷ്ടപ്പെട്ടവരായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവർക്ക്, ആ അനുഭവം അവരെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടങ്ങളെ തരണം ചെയ്യുവാനായിട്ട് സാധ്യമായി. അതുകൊണ്ട് ഇപ്പോൾ അവർ സംഭവിക്കുന്നത് ലെറ്റ് എവരിത്തിങ്, എല്ലാം ഉപേക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു ശിഷ്യന്മാരായി മാറുന്നു. എല്ലാം ഉപേക്ഷിക്കപ്പെടുമ്പോൾ സെലിബ്രേറ്റ് ദിയർ ഡിസിഷൻ, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ തീരുമാനം ആഘോഷിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇനി യേശുവിനോട് കൂടെയുള്ളതായിരിക്കുന്ന വാസം. അതുകൊണ്ട് ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നാം വായിക്കുമ്പോൾ അവർ തിരികെ യെരുശലേമിലേക്ക് കടന്നു ചെല്ലുകയാണ്. ശിഷ്യന്മാരുമായി ചേർന്ന് അവർ വലിയ ആഘോഷം പങ്കുവെക്കുന്നു. എന്താണ് ആഘോഷിക്കാനായിട്ടുള്ളത്? യേശുവിനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അടുത്തറിഞ്ഞു, ഞങ്ങളുടെ ഒപ്പം വന്ന് ഞങ്ങളോടുകൂടെ പാർത്തു, അപ്പം എടുത്ത് അനുഗ്രഹിച്ച് മുറുക്കി ഞങ്ങൾക്ക് തന്നു, അവൻ്റെ കൈ പാടുകൾ കാണിച്ചു, ആണപ്പെടുത്തേറ്റ പാടുകൾ കണ്ടു ഞങ്ങൾ തിരിച്ചത്. ഒരു പുതിയ അനുഭവത്തിനായി, പുതിയ നവ സൃഷ്ടിക്കായി അവർ ഒരുങ്ങുകയാണ്. മറ്റു ശിഷ്യന്മാരെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു പുതിയ നവ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുവിൽ നിന്ന് ഒരു രാത്രി കൊണ്ടും സന്ധ്യായാമങ്ങൾ യേശുവിനോടുകൂടെ പാർത്തതുകൊണ്ടും നടന്നതുകൊണ്ടും സഞ്ചരിച്ചതുകൊണ്ടും ദൈവവചനം കേട്ടതുകൊണ്ടും ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടും കർത്താവിന് ലഭിച്ചതായിരിക്കുന്ന പുതിയ അനുഭവമുണ്ട്. യൂസ്ഡ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്, അവരുടെ സാധ്യതകളും കഴിവുകളും അനുഭവവും പുതിയൊരു സമൂഹമാക്കി മാറ്റുവാൻ മറ്റു ശിഷ്യന്മാർ ചേർന്ന് തുടങ്ങുവാൻ തൽപരത കാണിക്കുന്ന ശിഷ്യന്മാരെയാണ് കാണാൻ കഴിയുന്നത്. അവർ ഉത്സാഹത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പ്ലാനവതരായി വന്നുവെങ്കിൽ, നിരാശിതരായി എമ്മൂസിലേക്ക് യാത്ര ചെയ്തുവെങ്കിൽ അവർ മടങ്ങിപ്പോകുന്നത് ഏറെ സന്തോഷത്തോടുകൂടെയാണ്, ഉത്സാഹത്തോടുകൂടെയാണ്. അവർ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുകയാണ്. നഷ്ടമായ ദൈവ അനുഭവത്തിലേക്ക് അവർ മടങ്ങിയെത്തി കർത്താവിനെ സാക്ഷിച്ചു. തിരുവചനവും അപ്പം നുറുക്കലും അവരെ പുതിയ സമൂഹത്തിലേക്ക് പുതിയ പ്രതിഷ്ഠയോടുകൂടെ പ്രചോദിപ്പിക്കുന്നതായ അനുഭവമായി. ജീവിതം നിരാശയിൽ നാം ഒരു നാളും തളരുക, ജീവിതയാത്രകളിലേക്ക് നാം ദുഃഖിതരാകുക യേശു ആഗ്രഹിക്കുന്നില്ല. എവിടെ ദുഃഖിതരാകുന്നു, എവിടെ തളർന്നു പോകുന്നു, അവിടെ ഓടിയെത്തുന്ന യേശുവിനെയാണ് ഇവിടെ കാണാനായിട്ട് സാധ്യമാകുന്നത്. അതുകൊണ്ട് ജീവിത നിരാശയിൽ തളരാതെ ജീവിതയാത്രയിൽ ദുഃഖങ്ങളിൽ മുന്നോട്ട് പോകുവാനുള്ള ശക്തി യേശു കർത്താവ് നൽകുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന യേശുവിന്റെ സാന്നിധ്യത്തെയാണ് എമ്മൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരിൽ കൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ആശ്വാസത്തിന്റെയും രക്ഷയുടെയും അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമായിരിക്കും. എമ്മുവേസ് നൽകുന്നതായിരിക്കുന്ന ജീവിത പാഠം മനുഷ്യ ജീവിതത്തിൽ നൽകുന്നത് ശുഭപ്രതീക്ഷ, അത് വളരെ വലുതാണ്. നാം കൈവിട്ടാലും അവൻ നമ്മെ കൈവിടുന്നില്ല. തേടിയെത്തുന്ന രക്ഷകനായിരിക്കുന്ന യേശുവിനെയാണ് ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമായിരിക്കും. ജീവിതത്തിന്റെ നിരാശകളെ പുതുവസന്തമായി തീർക്കുന്ന സാന്നിധ്യമാണ് യേശു. ഇരുളിൽ 1000 നക്ഷത്രങ്ങൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉദിപ്പിക്കുന്നതായിരിക്കുന്ന യേശുവിനെ കാണാം. എമ്മുവസ് എന്റെയും നിങ്ങളുടെയും വഴിയാണ്. കൂടെ നടന്നുകൊണ്ട് നമ്മ വഴി നടത്തുന്ന യേശുവിനെ തിരിച്ചറിയണം. വചനം ഹൃദയത്തിൽ ധരിക്കണം. ഈ മസ്റ്റ് ലിവ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയാൽ നാം ജീവിക്കണം. അഫർമേഷൻ ഓഫ് ദ ഫെയ്ത്ത് ഇൻ കളക്റ്റീവ് ആൻഡ് കോർപ്പറേറ്റീവ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതം കൂട്ടായ്മയുടെയും സഹവർത്തത്തിന്റെയും അനുഭവമാണ്. യെരുശലേമിലേക്ക് തിരിച്ചിരുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലരുടെ പുസ്തകത്തിൽ വായിച്ചതുപോലെ അവർ ഏക ഹൃദയമുള്ളവരായി, ഏക മനസ്സുള്ളവരായി, ഏക ആത്മാവുള്ളവരായി ക്രിസ്തുവിന്റെ പുതിയ നവ സൃഷ്ടികളായി, നവസമൂഹമായി രൂപപ്പെടുകയാണ്.
അവിടെയാണ് 26-ാം സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ആ വലിയ ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യവും സന്തോഷമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ആഘോഷമായി മാറുവാനും നമ്മെ ലോകത്താക്കിയിരിക്കുന്നു. ചുറ്റുപാടും ദേശവും ലോകമൊക്കെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു സമൂഹമായി നാം നിൽക്കുന്നു എന്ന് ലോകത്തിന് മുമ്പാകെ നാം സാക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. യേശു നമ്മെ കരുതുന്നു, യേശു നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ വഴി നടത്തുന്നു, നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, തള്ളിക്കളയുന്നവൻ. ആ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് എമ്മൂസിലേക്കല്ല നാം പോകേണ്ടത്, സമാധാനപരമായിരിക്കുന്ന ദേശത്തിലേക്കുള്ള യാത്ര, ആ സിയോനിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. യേശു നമ്മോട് കൂടെയുണ്ട്, ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒരു നവ സമൂഹം സൃഷ്ടിക്കാൻ നമ്മെ അതിന്റെ ഓരോ കല്ലുകളാക്കി മാറ്റി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവിധമായിരിക്കുന്ന നമ്മയും അനുഗ്രഹം നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.